അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങൾ, അതാണ് നമ്മളിപ്പോൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സുചാരുവദനാ രക്തദന്തച്ഛദവിരാജിത രമാകോട്യധികാ കാന്ത്യ സൂര്യബിംബനിഭാഖില വരപാശാങ്കുശാഭീഷ്ടധരാ ശ്രീഭുവനേശ്വരി അദൃഷ്ടപൂർവാദൃഷ്ടാ സാ സുന്ദരീ സ്മിതഭൂഷണാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഹ്രീങ്കാരജപനിഷ്ഠൈസ്തു പക്ഷിവൃന്ദൈർനിഷേവിതാ അരുണാ കരുണാമൂർത്തി കുമാരി നവയൗവനാ. സർവശൃംഗാരവേഷാഢ്യാ മന്ദസ്മിതമുഖാംബുജാ ഉദ്യത്പീനകുചദ്വന്ദ്വനിർജിതാംഭോജകുട്മളാ നാനാമണിഗണാകീർണഭൂഷണൈരുപശോഭിതാ കനകാംഗദകേയൂരകിരീടപരിശോഭിതാ കനകശ്രീചക്രതാടങ്കവിടങ്കവദനാംബുജാ ഹൃല്ലേഖാ ഭുവനേശീതി നാമജാപപരായണൈ സഖേ വൃന്ദൈ സ്തുതാ നിത്യം ഭുവനേശീ മഹേശ്വരി
ഹൃല്ലേഖാദ്യാഭിരമരകന്യാഭി പരിവേഷ്ടിത അനംഗകുസുമാദ്യാഭിർദേവീഭി പരവേഷ്ടിത ദേവീ ഷട്കോണമധ്യസ്ഥ യന്ത്രരാജോപരിസ്ഥിത ദൃഷ്ട്വാ താം വിസ്മിതാ സർവേ വയം തത്ര സ്ഥിതാ ഭവൻ കോയം കാന്താ ച കിം നാമ ന ജാനീമോത്ര സംസ്ഥിത സഹസ്രനയനാ രാമ സഹസ്രകരസംയുത സഹസ്രവദനാ രമ്യാ ഭാതി ദൂരാദ സംശയം നാപ്സരാ നാപി ഗന്ധർവീ നേയം ദേവാംഗനാ കില ഇതി സംശയമാപന്നാസ്തത്ര നാരദ സംസ്ഥിതാം ഉവാചാംബാം തദാസൗ ഭഗവാൻ വിഷ്ണുർ ദൃഷ്ട്വാ താം ചാരുഹാസിനീം ഉവാചാംബാം സ്വവിജ്ഞാനാൽ കൃത്വാ മനസി നിശ്ചയം ഏഷാ ഭഗവതീ ദേവി സർവേഷാം കാരണം ഹി ന മഹാവിദ്യ മഹാമായ പൂർണ്ണ പ്രകൃതിരവ്യയാ ദുർജ്ഞേയാൽപധിയാം ദേവി യോഗഗമ്യാ ദുരാശയാ ഇച്ഛാ പരാത്മന കാമം നിത്യാ നിത്യസ്വരൂപിണി ദുരാരാധ്യാൽപഭാഗ്യൈശ്ച ദേവി വിശ്വേശ്വരീ ശിവ വേദഗർഭാ വിശാലാക്ഷി സർവേഷാമാദിരീശ്വരി ഏഷാ സംഹൃത്യ സകലം വിശ്വം ക്രീഡതി സംക്ഷയേ ലിംഗാനി സർവജീവാനാം സ്വശരീരേ നിവേശ്യ ച സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ ജഗദംബികായൈ നമഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ ഭാഷാഗാനമായി ഇന്ന് നാം പാടി സമർപ്പിക്കുന്നത് മൂന്നാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 39 മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങളാണ്. അതിൻ്റെ മലയാള തർജ്ജമ ആ മഹാദേവിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സുന്ദരമുഖം ചെഞ്ചുണ്ട് കോടിലക്ഷ്മി തന്നഴക സൂര്യബിംബ സദൃശമാം തിളക്കമുണ്ട്. പാശാങ്കുശം അഭയവരദമായ ദേവിയാകും ഭുവനേശ്വരിയെ ഞങ്ങൾ ആദ്യമായി കണ്ടു. ഹീങ്കാരത്താൽ പക്ഷിവൃന്ദം സേവിക്കുന്ന കാരുണ്യാബ്ധി നവയൗവനത്തിലെത്തും കുമാരിയത്രേ. ശൃംഗാരം നിറഞ്ഞ വേഷം മന്ദസ്മിതം അതുപോലെ താമരമുട്ടേനു തുല്യം സ്തനയുഗ്മവും. കോടിഗണം മണിഗണങ്ങൾ നിറഞ്ഞ ആഭരണം കനകത്താൽ കേയൂരമംഗദം പിന്നെ കിരീടമുണ്ട്. അമ്മേ ദേവി
ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കനകശ്രീ ചക്രാകൃതിയുള്ള നല്ല തോടയുണ്ട്, കാന്തിയാലെ കവിൾത്തടം മിന്നിടുന്നുണ്ട്. യല്ലേഖേ ഭുവനേശ്വരി എന്നീ നാമങ്ങളെ മെല്ലെ കൃത്തിൽ ചേർത്തു സദാ നേരം ജപിച്ചിടുന്നു. സഖീവൃന്ദം ഭുവനേശ്വരിയെ സദാ സ്തുതിക്കുന്നു. യല്ലേഖാദി ദേവാംഗനകളോ സേവിപ്പൂ. അനംഗകുസുമാദികൾ സ്തുതിക്കുന്നു. യന്ത്രരാജൻ എന്ന ഷഡ്കോണത്തിനു മധ്യേ ദേവി താനും. ദേവിയെ കണ്ടപ്പോൾ ഞങ്ങൾ വിസ്മയിച്ചു, ആരാണിവൾ? പേരുപോലും ഞങ്ങൾക്കു മനസ്സിലായില്ല. ദൂരെ നിന്നു നോക്കിയിടുമ്പോൾ 1000 കണ്ണുകളുള്ള 1000 കയ്യും മുഖവും ഉള്ള രമ്യത. അപ്സരസ ദേവാംഗന ഗന്ധർവ സ്ത്രീയുമല്ലിവൾ. അത്യധികം സംശയത്താൽ ഞങ്ങളിരുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പുഞ്ചിരിക്കും അവളെയും നോക്കി വിഷ്ണു അറിഞ്ഞല്ലോ, ജഗദംബ തന്നെ ഇവൾ. പിന്നെ പറഞ്ഞു, നമുക്കെല്ലാം ആശ്രയമാം മഹാവിദ്യ മഹാമായ പൂർണ്ണ പ്രകൃതി അവ്യയ എല്ലാം ഇവൾ താൻ. അല്പബുദ്ധിക്കറിയാത്ത യോഗികൾക്കു പ്രാപ്യമായ പരമാത്മാവിന്റെ ഇച്ഛ നിത്യാനിത്യതാൻ. അല്പഭാഗ്യർ ആരാധിക്കാത്തവൾ വിശ്വകാരിണി താൻ. വേദമാതാ വിശാലാക്ഷി ആദിഈശ്വരി. പ്രളയത്തിൽ ഈ ദേവിയോ സർവവും തന്നുള്ളിലാക്കി പ്രണവസ്വരൂപയായി വിളയാടുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം.
ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 175-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നു മുതൽ തൊടുപുഴ പുറപ്പുഴ തറവട്ടത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഈയുള്ളവൻ്റെ ആചാര്യതയിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ദീപാരാധനയ്ക്ക് ശേഷം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഇപ്പം തൊടുപുഴയ്ക്ക് സമീപത്തുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിവരം അറിയിക്കുക. പറ്റുന്ന ആളുകളൊക്കെ അവിടേക്ക് വന്നാൽ വലിയ സന്തോഷമാണെന്ന് അറിയിക്കുന്നു. തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴ തറവട്ടത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 23-ാം തീയതി ഞായറാഴ്ച ഉച്ചയോടുകൂടി സമർപ്പിക്കുന്ന തരത്തിലാണ് സപ്താഹം ആരംഭിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷര പൂജയിലേക്ക് കടക്കാം. ഇന്ന് നാം 3-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 54-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതാണ് നമ്മൾ പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതിമനോഹരമായ മഞ്ചത്തിൽ പര്യങ്കത്തിൽ ശോഭിക്കുന്ന ഒരു തരുണിയെ കണ്ടുവെന്നും രക്തമാല്യവും രക്തനിറമുള്ള കുറിക്കൂട്ടും രക്തനിറത്തുള്ള പട്ടും ഒക്കെ ധരിച്ച് കണ്ണുകൾക്ക് അരുണാഭ ഉള്ള അതിസുന്ദരിയായ വിദ്യുൽകോടി സമപ്രഭ എന്ന രീതിയിൽ കോടി മിന്നലുകളുടെ ശോഭയോടുകൂടി മിന്നിത്തിളങ്ങുന്ന ആ ദേവിയെക്കുറിച്ച്, ആ തരുണിയെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സുചാരുവദന രക്തദന്തച്ഛതവിരാജിത രമാകോട്യധികാകാന്ത്യ സൂര്യബിംബ നിഭാഖില. അതിസുന്ദരമായിട്ടുള്ള മുഖം, അതിമനോഹരമായിരിക്കുന്ന ചുണ്ടുകൾ, അധരം, കോടി ലക്ഷ്മി ദേവിമാരെക്കാൾ അഴക്. രമാകോട്യധിക കാന്ത്യ, സൂര്യബിംബത്തെ പോലുള്ള തിളക്കം. ഇതൊക്കെ ഈ പെൺകുട്ടിയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നു. വരപാശാങ്കുശാഭീഷ്ടധരാ ശ്രീഭുവനേശ്വരി, ഭുവനേശ്വരിയാണത് എന്ന് മനസ്സിലായി. ദിവ്യമായ പാശം, അങ്കുശം, അതേപോലെ 2 കൈകൾ വരദ അഭയങ്ങളായി, വരം നൽകുന്നതും അഭയം നൽകുന്നതുമായിട്ട് മുദ്രകളോടുകൂടി അദൃഷ്ടപൂർവാദൃഷ്ടാസ, മുമ്പ് കാണാത്ത, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സാ സുന്ദരി സ്മിതഭൂഷണ, സ്മിതത്തെ പുഞ്ചിരിയെ തൻ്റെ ഭൂഷണമാക്കി മാറ്റിയിരിക്കുന്നു. പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭുവനേശ്വരിയെ ഞങ്ങൾ അവിടെ കണ്ടു. പിന്നെ ഹ്രീങ്കാര ജപനിഷ്ഠൈസ്തു പക്ഷിവൃന്ദേ നിഷേവിത, ഹ്രീങ്കാരമന്ത്രം ജപിച്ചും കൊണ്ട്, അല്ലേ? ഭഗവതിയുടെ ബീജാക്ഷരമാണ് ഹ്രീം എന്നുള്ളത്. അപ്പോൾ ഹ്രീങ്കാരമന്ത്രം ജപിച്ചും കൊണ്ട് പക്ഷിവൃന്ദം ചുറ്റിലും നിന്ന് ആ ഭഗവതിയെ സേവിക്കുന്നു. അരുണാ കരുണാമൂർത്തി കുമാരി നവയൗവന, അരുണ നിറം പൂണ്ട കരുണാമൂർത്തിയായിരിക്കുന്ന അവൾ നവയൗവനത്തിലേക്ക് കടന്ന കുമാരിയാണ് ഈ ഭുവനേശ്വരി. സർവശൃംഗാരവേഷാഢ്യ മന്ദസ്മിത മുഖാംബുജ ഉദ്യത്പീന കുചദ്വന്ദ നിർജിതാംഭോജ കുട്മള. ശൃംഗാരരസം ആണ് ആ വേഷത്തിന് തന്നെ. ശൃംഗാരരസം ദ്യോതിപ്പിക്കുന്ന വേഷം, വിശിഷ്ടമായിട്ടുള്ള വേഷം, വേഷാഢ്യ, ആഢ്യമായ വേഷം, മന്ദസ്മിതം ഉള്ള
മുഖകമലം അല്ലെങ്കിൽ മുഖപത്മം, പിന്നെ താമരമുട്ടുകളെ വെല്ലുന്നതും തടിച്ചതുമായിട്ടുള്ള മാറിടം ഒക്കെ ആ ദേവിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞു, ജ്ഞാനാമണിഗണാകീർണ ഭൂഷണൈരുപശോഭിത, പലതരത്തിലുള്ള മണിഗണങ്ങൾ കലർന്ന ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. കനകാംഗത കെയ്യൂര കിരീട പരിശോഭിത, കനകം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, സ്വർണം കൊണ്ട് നിർമ്മിച്ച കേയൂരം, അംഗദം, കിരീടം തുടങ്ങിയവയൊക്കെ ആ ദേവി ധരിച്ചിട്ടുണ്ട്. പിന്നെയോ കനകശ്രീ ചക്രതാടങ്ക വിടങ്കവദനാംബുജ, കനകം കൊണ്ട്, സ്വർണം കൊണ്ട് ശ്രീചക്രത്തിൻ്റെ ആകൃതിയിൽ തോട അണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാന്തി കൊണ്ട് കവിൾത്തടം നല്ല ശോഭ. കാതിലെ ഈ തോടയിൽ പ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ ആ പ്രതിഫലനം ദേവിയുടെ കവിളിണകളിൽ പ്രതിഫലിക്കണു എന്ന് പറയുന്നു. പിന്നെയോ ഹൃല്ലേഖ, ഭുവനേശ്വരി എന്നീ നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന സഖീവൃന്ദം, അവര് ഹൃല്ലേഖ ഭുവനേശ്വരി, ഹൃല്ലേഖ ഭുവനേശ്വരി അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സഖീവൃന്ദം സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഹൃല്ലേഖാദ്യഭിരമരകാന്യാഭി പരിവേഷ്ടിത, ഹൃല്ലേഖ തുടങ്ങിയ ദേവാംഗനകൾ ചുറ്റും നിന്ന് ദേവിയെ പരിസേവിക്കുന്നു. അനംഗകുസുമാദ്യാഭിർദേവീഭി പരിവേഷ്ടിത, അനംഗകുസുമാദി ദേവിമാര്, അനംഗദേവി, കുസുമദേവി തുടങ്ങിയ ദേവിമാര് ചുറ്റും സേവിക്കുന്നു. ദേവി ഷട്കോണ മധ്യസ്ഥ യന്ത്രരാജോപരിസ്ഥിത, ദേവി ആ യന്ത്രരാജൻ എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഷട്കോണത്തിന്റെ മധ്യത്തിൽ ദേവി ഇരിക്കുന്നു. ആ ദേവിയെ കണ്ടിട്ട് ദൃഷ്ട്വാതാം വിസ്മിതാ സർവേ വയം തത്ര സ്ഥിതാ ഭവൻ കോയം കാന്താ ച കിം നാമ ന ജാനീമോത്ര സംസ്ഥിത. ആ ദേവിയെ കണ്ടിട്ട് സർവേ വയം, ഞങ്ങളെല്ലാവരും വിസ്മിത, വളരെയധികം വിസ്മയിച്ചു. എന്നിട്ട് അവിടെ തന്നെ തത്ര സ്ഥിതാ ഭവൻ, അവിടെ തന്നെ അങ്ങനെ നിന്നു. ഈ സമയത്ത് കോയം കാന്ത ച കിം നാമ, ഈ സുന്ദരാംഗി ആരാണ്, എന്താണ് പേര് എന്നൊന്നും അവിടെ ഇരുന്ന ഞങ്ങൾക്ക് അറിയാൻ പോലും സാധിച്ചില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ ദൂരാത സംശയം, ഒട്ടും സംശയം തോന്നില്ല. ദൂരെ നിന്ന് നോക്കിയാൽ എങ്ങനെയാ തോന്നുക? സഹസ്രനയനാരാമ സഹസ്രകരസംയുത സഹസ്രവദനാരമ്യ, നിരവധി 1000 എന്നാണ് സഹസ്രത്തിനർത്ഥമെങ്കിലും ഇവിടെ നിരവധി കണ്ണും നിരവധി കൈകളും നിരവധി മുഖവും ഒക്കെയുള്ള രമ്യയായ, ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്ന ഒരു ദേവിയാണത് എന്ന് തോന്നും നിസ്സംശയം. ന അപ്സരസ നാപി ഗന്ധർവി നേയം ദേവാംഗന കില, ന അപ്സരാനാപി ഗന്ധർവി, അപ്സരസല്ല, ഗന്ധർവ സ്ത്രീയല്ല, ദേവസുന്ദരിയല്ല, ദേവാംഗനയല്ല. ഇത് സംശയമാപന്നാസ്തത്ര നാരദ സംസ്ഥിത. നാരദ, ഞങ്ങൾ സംശയത്തോടുകൂടി ഈ ദേവിയുടെ അടുത്ത് അങ്ങനെ തന്നെ ഇരുന്നു. ആ സമയം പുഞ്ചിരിക്കുന്ന ചാരുഹാസിനിയും താം, ആ പുഞ്ചിരിക്കുന്ന ദേവിയെ നോക്കിയിട്ട് ഭഗവാൻ വിഷ്ണു തൻ്റെ വിജ്ഞാനം കൊണ്ട്, സ്വവിജ്ഞാനാൽ കൃത്വാ മനസ്സി നിശ്ചയം, മനസ്സുറപ്പിച്ചിട്ട് ഉവാചാംബാം, ആ ദേവിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത് ഭഗവതിയുടെ അടുത്ത്? ഏഷാ ഭഗവതി ദേവി സർവേഷാം കാരണം ഹിന മഹാവിദ്യ മഹാമായ പൂർണ്ണ പ്രകൃതിരവ്യയ. ഈ ദേവി നമുക്കൊക്കെ സർവേഷാം കാരണം ഹിന, നമുക്കെല്ലാവർക്കും കാരണമായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന മഹാവിദ്യ, മഹാമായ, പൂർണ്ണ, പ്രകൃതി, അവ്യയ എന്നൊക്കെ പറയുന്ന ഭഗവതിയാണ്. ദുർജ്ഞേയാൽപധിയാം ദേവി യോഗഗമ്യാ ദുരാശയാ
അല്പധിയാം, അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ കഴിയാത്തവളും യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവളും ഇച്ഛാപരാത്മനക്കാമം നിത്യാനിത്യസ്വരൂപിണി, സങ്കല്പിക്കാനാവാത്തവളാണ്, പരമാത്മാവിൻ്റെ ഇച്ഛയാണ്, നിത്യവും അനിത്യവുമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവളും ആണ്. ദുരാരാധ്യാൽപഭാഗ്യൈശ്ച ദേവി വിശ്വേശ്വരീ ശിവ വേദഗർഭ വിശാലാക്ഷി സർവേഷാമാതിരീശ്വരി. അല്പഭാഗ്യന്മാർക്ക്, ഭാഗ്യക്കുറവുള്ള ആളുകൾക്ക്, ഭാഗ്യഹീനന്മാർക്ക് ആരാധിക്കാൻ സാധിക്കില്ല. ദുരാരാധ്യയാണ് ഈ ദേവി. വിശ്വേശ്വരി ശിവ, വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ്, മംഗളസ്വരൂപിണിയാണ്. വേദഗർഭ, വേദത്തിൻ്റെ മാതാവാണ്. വിശാലാക്ഷിയാണ്. സർവേഷാം, എല്ലാറ്റിനും ആദി ഈശ്വരിയാണ് ഈ ദേവി എന്ന് പറയുന്നു. ആദി കാരണം ഈ ദേവിയാണ്. ഏഷാ സംഹൃത്യ സകലം വിശ്വം ക്രീഡതി സംക്ഷയേ ലിംഗാനി സർവജീവാനാം സ്വശരീരേ നിവേശ്യ ച. ഈ ദേവി പ്രളയകാലത്ത് ഏഷാ സംഹൃത്യ സകലം വിശ്വം ക്രീഡതി സംക്ഷയെ, സമസ്ത പ്രപഞ്ചത്തെയും സ്വശരീരേ നിവേശ്യ, എല്ലാത്തിനെയും സംഹരിച്ചിട്ട് സകലഭൂതങ്ങളുടെയും സൂക്ഷ്മശരീരത്തെ, ലിംഗാനി സർവജീവാനാം, സൂക്ഷ്മശരീരത്തെ തൻ്റെ ശരീരത്തിൽ ഒതുക്കി ക്രീഡിക്കുന്നു, വിളയാടുന്നു, ലീലകളാടുന്നു എന്ന് പറയുന്ന 54-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴ തറവട്ടത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഭക്തിയാദരപൂർവം ക്ഷണിക്കുകയും ചെയ്യുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.